നമസ്കാരം ഗുരുജി. നമസ്കാരം. എൻ്റെ പേര് അഖിൽ എന്നാണ്. ഗുരുജി, എല്ലാവർക്കും ഓറ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? ഓറ എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, പലർക്കും വളരെ താല്പര്യമുള്ളൊരു വിഷയമാണ് ഓറ കാണാൻ സാധിക്കുമോ എന്നുള്ളത് അല്ലേ. അപ്പം നമ്മുടെ ഈ ഫിസിക്കൽ ബോഡി നമ്മൾ സ്ഥൂല ശരീരം എന്ന് പറയും. പഞ്ചഭൂത നിർമ്മിതമാണല്ലോ ഈ സ്ഥൂല ശരീരം. ഇതൊക്കെയാ പഞ്ചഭൂതങ്ങൾ: പൃഥ്വി, ആപ്, തേജോ, വായു, ആകാശം. പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമിതത്വം, ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം. ഈ 5 തത്വങ്ങളാൽ നിർമ്മിതമാണ് ഈ ഫിസിക്കൽ ബോഡി. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ശരീരത്തിനാണ് നമ്മൾ സൂക്ഷ്മ ശരീരം എന്ന് പറയും. എനർജി ബോഡി, ബയോപ്ലാസ്മിക് ബോഡി എന്നൊക്കെയാന്ന് പറയുക. ആസ്ട്രൽ ബോഡി, ആസ്ട്രൽ ട്രാവലിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ആസ്ട്രൽ ട്രാവലിംഗ്. അപ്പൊ ഈ ആസ്ട്രൽ ബോഡി നമ്മുടെ ഫിസിക്കൽ ബോഡിയുടെ ഉള്ളിലാണ്. ഈ ആസ്ട്രൽ ബോഡി നമുക്ക് ഫുള്ളായിട്ട് കാണാൻ സാധിക്കില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള പ്രകാശ വലയം കാണുവാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ സൂക്ഷ്മ ശരീരത്തിന്റെ അഥവാ എനർജി ബോഡിയുടെ ആ പുറത്തേക്കുള്ള അതിൻ്റെ ഒരു വലയം, അതിനാണ് നമ്മൾ ഓറ എന്ന് പറയുക. അത് നമ്മൾക്ക് തൊടാൻ സാധിക്കും. എനർജി ആയതുകൊണ്ട് നമുക്ക് തൊടാൻ സാധിക്കില്ല. അപ്പൊ അത് ഫിസിക്കൽ ബോഡിയും കടന്ന് വരുമ്പോഴാണ് ആ ഒരു വലയത്തെയാണ് ഓറ എന്ന് പറയുക. അപ്പൊ നിങ്ങൾ ധ്യാനാവസ്ഥയിലൊക്കെ പോയിട്ടുള്ള മഹാത്മാക്കള്, ഉയർന്ന ധ്യാനാവസ്ഥയിൽ ഉയർന്ന ആധ്യാത്മിക ബോധത്തിലുള്ളവർക്ക് അല്ലെ ഉയർന്ന ബോധമണ്ഡലത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓറ വളരെ പവർഫുൾ ആയിരിക്കും. ഇപ്പോൾ ശ്രീ ബുദ്ധന്റെ അടുത്ത് അങ്കുലിമാൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസൻ, അങ്കുലിമാൻ എന്ന് പറഞ്ഞാൽ തന്നെ അങ്കുലിം വിരലുകൾ കൊണ്ട് മാല കോർക്കുന്ന ആളെ കൊന്നിട്ട് അവരുടെ വിരല് കൊണ്ട് മാല കോർക്കുന്ന ആളാണ്. അങ്ങനെ ബുദ്ധന്റെ അടുത്ത് കൊല്ലാൻ വേണ്ടി വന്ന് ഈ ശ്രീ ബുദ്ധന്റെ സമീപത്തെത്തി ആ മഹാത്മാവിന്റെ എനർജി ഓറയുടെ ആ റേഡിയേഷനിലേക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് മാനസാന്തരം വന്നെന്നാണ് പറയുക. അതിന് മാനസാന്തരം വന്നു. അത്രയും പവർഫുൾ ആണ് ആ എനർജി. ബുദ്ധന്റെ ഓറ അത്രയും ഏറിയയിലേക്ക് കവർ ചെയ്യുന്നു. അതുപോലെ ബൈബിളിലും യേശുക്രിസ്തുവിന്റെ അടുത്ത് പല ആൾക്കാർ വന്നപ്പോൾ ഒരു സ്ത്രീ യേശുക്രിസ്തുവിന്റെ അടുത്ത് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. അപ്പൊ യേശു പറയും, എന്നെ ആരോ സ്പർശിച്ചല്ലോ, നിങ്ങൾ ആരോ എന്നെ സ്പർശിച്ചല്ലോ എന്ന് പറഞ്ഞു. കാരണം സ്പർശിച്ചപ്പോൾ എനർജി പുറപ്പെടുകയാണ്, എനർജി പാസ് ചെയ്യണം. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, ഞാനാണ് അങ്ങയെ സ്പർശിച്ചതെന്ന്. അപ്പോൾ അത്രയും പവർഫുൾ ആ എനർജി. നമ്മളെ ഇപ്പോൾ ഒരാൾ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിന്ന് എനർജി പാസ് ചെയ്യുന്നത് നമ്മൾ സാധാരണക്കാരന് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത്രയും പവർഫുൾ ആ എനർജി സോഴ്സാണ് ഇത്. അപ്പോൾ ആ എനർജി പാസ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവും. അതൊരു ഹീലിംഗ് എനർജിയാണ്. അത് മാനസികമായ ഹീലിംഗ് ആകാം, ശാരീരികമായ ഹീലിംഗ് ആകാം, ആത്മീയമായിട്ടുള്ള ഹീലിംഗ് ആകാം. അപ്പൊ ഈ എനർജി ബോഡിയുടെ ഈ ഔട്ടർ ലെയർ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഇതിനെയാണ് നമ്മൾ ഓറ എന്ന് പറയുക. ആ മഹാത്മാക്കളുടെയൊക്കെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ സിംബോൾ ഇത് കാണാൻ ഒരു വട്ടപ്രകാശത്തിന്റെ വലയം നമുക്ക് ചിത്രങ്ങളിലൊക്കെ കാണാം. പക്ഷെ അത് തലയ്ക്ക് ചുറ്റും മാത്രമല്ല ഉള്ളത്, അത് തലയ്ക്ക് മുതൽ ശരീരത്തിന് ചുറ്റും, കാലിന്റെ വിരലുകളുടെ അടി വരെ എല്ലായിടത്തും ശരീരത്തിന് ചുറ്റും ഈ വലയമുണ്ട്. ഇനി ഇത് കാണുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധിക്കും. അത് യോഗിക് പ്രാക്ടീസസ് തൊട്ട് ധ്യാന മാർഗത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ആൾക്കാർക്ക് ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ കാണുവാൻ സാധിക്കും. എല്ലാവർക്കും കാണുവാൻ സാധിക്കില്ല, അതൊരു സിദ്ധിയാണ്. എല്ലാ സിദ്ധികളും എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ആധ്യാത്മികത്തിൽ വളരെ ഉന്നതി പ്രാപിച്ച ഒരാൾക്ക് ചിലപ്പം കാണാൻ സാധിച്ചെന്ന് വരില്ല, പക്ഷേ ഇത് കാണുവാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ കിർലിയൻ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ റഷ്യൻ സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി ഉണ്ട്, കിർലിയൻ ഫോട്ടോഗ്രാഫി. കിർലിയൻ എന്ന് പറഞ്ഞ ഒരു റഷ്യൻ സയന്റിസ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ആ ഫോട്ടോഗ്രാഫി മുഖാന്തരം ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഓറ ഇങ്ങനെ സ്കാൻ ചെയ്യാൻ സാധിക്കും. അത് മുഖാന്തരം നമുക്ക് ഫോട്ടോ എടുത്ത് കാണാം. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്തുമാത്രം ഉണ്ടെന്ന് കാണാം. പിന്നെ നമ്മുടെ പ്രാണവിദ്യ ടെക്നിക്ക്, അതുപോലെ ശരിക്കും പ്രാണ ഹീലിംഗ് ഒക്കെ അറിയാവുന്നവർ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഓറ സ്കാൻ ചെയ്യും. ഓറയുടെ പവർ എന്തുമാത്രമുണ്ട്, ഏതെങ്കിലും ചക്രങ്ങളിൽ ബ്ലോക്ക് ഉണ്ടോ, തടസ്സങ്ങളുണ്ടോ, ഓറ ഈ രോഗങ്ങൾ വരുന്ന അവസ്ഥയിലാണോ ഉള്ളത്, എനർജി ബോഡി സ്ട്രോങ് ആണോ, ഇതൊക്കെ സെൻസ് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും. മഹാത്മാക്കൾക്ക്, ഉന്നതിയിലുള്ളവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു വ്യക്തിയുടെ ഓറയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊരു ചോദ്യം, ഒരു മനുഷ്യൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഹീലിങ്ങിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? ഏത് തരത്തിലുള്ള ഹീലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്? ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ്? സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം, മാനസിക ബുദ്ധിമുട്ട് വരാം, ശാരീരിക ബുദ്ധിമുട്ട് വരാം, വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. നമുക്കിപ്പോൾ കൂടുതലായിട്ടും സാമ്പത്തികപരമായിട്ടും ജോലിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നത്. അപ്പം അവര് ഇങ്ങനെ അനുഭവിക്കുന്ന വ്യക്തികൾ ഹീലിങ്ങിലൂടെ കടന്നു പോയാൽ അവർക്ക് ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ?
എന്നാൽ അതിന്റെ പ്രാധാന്യം എന്താണ്? ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവരുടെ എനർജി ബോഡിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറ്റുക, അല്ലേ? അവരുടെ എനർജി ബോഡിയെ സ്ട്രോങ് ആക്കുക, തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ എനർജി ബോഡിയിൽ തടസ്സം ഉണ്ടാകുന്നത് നമ്മുടെ മൈൻഡിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡിൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എനർജി ബോഡിയിൽ തടസ്സം വരും. ഇനി ബോധ മനസ്സിൽ തന്നെയും നെഗറ്റിവിറ്റിയും തടസ്സങ്ങൾ വന്നാൽ വരാം. ശാരീരികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരാം. ബാഹ്യത്തിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക്, പ്രത്യേകിച്ച് സൂക്ഷ്മ ശരീരത്തിലേക്ക് വന്നാൽ തടസ്സങ്ങൾ ഉണ്ടാകാം. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് എനർജി ബോഡിയിൽ തടസ്സങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഓറ ക്ലെൻസ് ചെയ്യുക, അഥവാ നമ്മൾ ഈ എനർജി ബോഡിയിലെ ചക്രങ്ങൾ ആക്ടിവേഷൻ നടത്തുമ്പോൾ നമ്മളിലെ എനർജി നന്നായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് നന്നായിട്ട് പ്രവർത്തിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയിൽ കർമ്മരംഗത്ത് ശോഭിക്കണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കണം, മൈൻഡ് വളരെ ക്ലിയർ ആയിരിക്കണം, നിങ്ങളുടെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പം മൈൻഡിന്റെ പവർ ആക്ടിവേഷൻ നടക്കണം. നിങ്ങളുടെ മൈൻഡ് ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങൾ കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ബോഡിയിൽ തടസ്സങ്ങൾ വന്നാലും ഈ എനർജി ബോഡി നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കും, ഫിസിക്കൽ ബോഡിയെ സ്വാധീനിക്കും. അപ്പോൾ നിങ്ങളുടെ കർമ്മങ്ങളിൽ അത് തടസ്സമായിട്ട് വരും. അതുപോലെ തന്നെ എനർജി ബോഡി വളരെ ബാലൻസ്ഡ് ആയി ഹെൽത്തി ആയിരിക്കുമ്പോഴാണ് യൂണിവേഴ്സൽ എനർജി എന്ന് പറയും, ഈ കോസ്മിക് എനർജി പ്രപഞ്ച സത്തയുമായിട്ട് നമുക്ക് നന്നായി ട്യൂൺ ചെയ്യാൻ സാധിക്കുക, പ്രാപഞ്ചിക ഊർജ്ജം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുക. അപ്പോൾ അതിന് നമ്മൾ എനർജി ബോഡിയെ നമ്മൾ ശക്തമാക്കണം. അതല്ലാതെ ഇപ്പം ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ എനർജി ബോഡി ആക്ടിവേഷൻ നടത്തി വലിയ മഹാത്മാക്കൾ, ശ്രീ ബുദ്ധൻ അല്ലെങ്കിൽ യേശു ക്രിസ്തു, രമണ മഹർഷി അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ഗുരുക്കന്മാരുണ്ടല്ലോ, അവർ ധ്യാനാവസ്ഥയിൽ അവരുടെ ചക്രങ്ങൾ എനർജി ബോഡി എല്ലാം ആക്റ്റീവാണ്. അതിൻ്റെ അർത്ഥം അവരെല്ലാവരും സാമ്പത്തികമായി വലിയ നിലയിലെന്നാണ്. അവരൊക്കെ സാമ്പത്തികമായി കോടീശ്വരന്മാരാണ്. അവർ പലരും ഗുഹകളിലും ചെറിയ കുടിലുകളിലൊക്കെ താമസിക്കുന്നവരെ സമ്പത്ത് കൈവശം വെക്കാത്തവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ എനർജി ബോഡി സ്ട്രോങ് ആണെന്നതിനർത്ഥം നിങ്ങളിലേക്ക് സമ്പത്ത് വരുന്നതെന്ന് അങ്ങനെയൊക്കെ ചിലരും പബ്ലിസിറ്റിയൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ ഇത് ചക്രങ്ങൾ ആക്ടിവേഷൻ നടത്തൂ, അല്ലെങ്കിൽ ഇന്ന് ചക്രധ്യാനം നടത്തൂ, സമ്പത്ത് നേടൂ, പണം വരുന്നു. അതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. കുറച്ച് ലോജിക്ക് മനസ്സിലായില്ലേ? അങ്ങനെയാണ് ഈ മഹാത്മാക്കളെല്ലാം പണം കൊണ്ട് ഇഷ്ടംപോലെ പണം ഉണ്ടായിരിക്കണമായിരിക്കണ്ടേ. അവർ പലരും പണം സ്വീകരിക്കാത്തവർ, പണം വേണ്ടാന്ന് വെച്ചവരും ദാരിദ്ര്യത്തിൽ ജീവിച്ച ഗുരുക്കന്മാരും ഉണ്ട്. അതുകൊണ്ട് എനർജി ബോഡി സ്ട്രോങ് ആയതുകൊണ്ട് നിങ്ങൾ സമ്പന്നനാണ്, പണം കൊണ്ട് കിട്ടും, ജോലി കിട്ടുമെന്നൊന്നും അർത്ഥമില്ല. പക്ഷെ അത് നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയെയും നിങ്ങളുടെ മൈൻഡിനെയും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അവരവരുടെ കർമ്മ രംഗത്ത് അവർ ശോഭിക്കുന്നുണ്ട്. അവർ ആധ്യാത്മിക ജ്ഞാനം പകരുന്നവരാണ്, അതിലവർ വളരെ എക്സ്പേർട്ടാണ്. അവരുടെ മൈൻഡും എനർജി ബോഡി സ്ട്രോങ് ആണ്, അവർക്ക് ആരെയും ഭയമില്ല, അവർ ചെയ്യുന്ന അവരുടെ കാര്യത്തിൽ അവർക്ക് സ്കില്ലുണ്ട്. അപ്പോൾ മറ്റവർക്ക് പണത്തിനോട് അവർ ആർത്തിയില്ല, അതിന് പിന്നാലെ അവർ പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ബോഡിയും മൈൻഡും സ്ട്രോങ് ആണെങ്കിൽ കർമ്മരംഗത്തേക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മൈൻഡ് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. പ്രതിബന്ധങ്ങൾ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ തന്നെ ആർജിച്ചെടുക്കണം. പിന്നെയുള്ളത് നമുക്ക് ലഭിക്കാനുള്ളതിൽ ചില തടസ്സങ്ങൾ വന്നു ചേരാം. എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങളുണ്ട്. ഈ പ്രപഞ്ച സത്തയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള കാര്യങ്ങൾ ചില തടസ്സങ്ങൾ വന്നു ചേരുന്നു. അപ്പോൾ ആ തടസ്സങ്ങൾ നിങ്ങളുടെ ചക്ര ഹീലിംഗ് വഴിയും അതുപോലെയുള്ള പ്രാണവിദ്യ അനുഷ്ഠാന ക്രിയകൾ വഴി നിങ്ങളുടെ തടസ്സങ്ങൾ മാറാം. ആ തടസ്സങ്ങൾ മാറുമ്പോൾ എന്താണ് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് അത് നിങ്ങളിൽ വന്നു ചേരും. മനസ്സിലായില്ലേ? അതല്ലാതെ ചക്ര ആക്ടിവേഷൻ നടത്തിക്കൊണ്ട് നാളെ നിങ്ങൾക്ക് കോടീശ്വരൻ, അംബാനിയെ പോലെ കോടീശ്വരനാകാം, അല്ലെങ്കിൽ നാളെ എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണം എൻ്റെ ആഗ്രഹം, എൻ്റെ ചക്ര ഹീലിംഗ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണം എന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല. കർമ്മരംഗത്തേക്ക് നിങ്ങൾക്ക് പോകുവാനുള്ള ആ ഒരു സ്കിൽ, അതിനുള്ള മികവ് നിങ്ങൾക്ക് ലഭിക്കും തീർച്ചയായിട്ടും. താങ്ക് യു ഗുരുജി.